ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഫ്രോഡ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ കൂട്ടത്തോടെ പൊക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തുള്ള മല്ലു ഫാമിലി, വയനാടൻ ബ്ലോഗർ അങ്ങനെ പോലുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ട് പൂട്ടിച്ച സംഭവം. പക്ഷെ അതുകൊണ്ടൊന്നും നിർത്തൂല എന്ന രീതിയിൽ അവർ മറ്റു വഴിയിലൂടെയൊക്കെ ആൾക്കാർ എങ്ങനെയെങ്കിലും പറ്റിച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. അതിനിപ്പോൾ നമ്മൾക്കായിട്ട് തടയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെയൊക്കെ കഴിഞ്ഞ വീഡിയോ പറയുന്നത് പോലെ നാണം കെട്ട് കാശുണ്ടായി കഴിഞ്ഞാൽ ആ കാശ് നാണക്കേട് മാറ്റിയിടുമെന്ന് വിചാരിക്കുന്ന ഒരു ടീംസാണ് ഒട്ടുത്തില്ലാത്ത ആൾക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മറ്റൊരു ആപ്പിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇപ്പം മെല്ലെ തല നീട്ടി പുറത്തു വരുന്നതേ ഉള്ളൂ. ഇനി കുറച്ചുകൂടി കഴിയും പറയാം ഇതിന്റെയൊക്കെ ലെവൽ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം. സംഭവം ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ്. ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില ഇൻസ്റ്റ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കണ്ടത് മൂപ്പൻസ് വ്ലോഗിലാണ്. അത് കണ്ടപ്പോൾ അത് വളരെ റെലവൻ്റായ വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കൗമാരക്കാരെ, ടീനേജേഴ്സിനെ, മുകളിലേക്കുള്ളവർ, അതിനേക്കാൾ മുകളിലേക്കുള്ളവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൗമാരക്കാരെ അങ്ങേയറ്റം സ്വാധീനിക്കാൻ സാധ്യതയുള്ള മറ്റൊരു അപകടമാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം റിയാക്ഷൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ഉപയോഗിച്ചിരുന്ന ക്ലിപ്സ് ഒക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളതും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പിന് എന്താ പ്രശ്നം? ആളുകൾക്ക് ഇഷ്ടമെങ്കിൽ ഡേറ്റ് ചെയ്യാം, അതിനൊന്നും നമുക്കൊരു വിഷയമൊന്നും. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാൻ ഇത്തരം വിഷയം അങ്ങനെ ചിന്തിച്ച കാര്യം കൊണ്ട് തലമുണ്ടാക്കുന്ന ആളൊന്നുമല്ല. ഒരാൾക്ക് ഡേറ്റ് ചെയ്യണമെങ്കിൽ ഡേറ്റ് ചെയ്യും. പക്ഷേ അതൊരു വരുമാന മാർഗമാക്കി സ്വീകരിക്കുമ്പോൾ അതിലേക്കൊരു അഡിക്ഷൻ വരികയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണത്തിനോട്, ഇങ്ങനെ ലഭിക്കുന്ന പണത്തിനോട് ഒരു അഡിക്ഷൻ വരികയും അത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ആപ്പ് നേരത്തെ പറഞ്ഞ ഡേറ്റിംഗ് ആപ്പാണ്. ഇതിനെക്കുറിച്ച് ചില ആളുകൾ നടത്തിയ പ്രൊമോഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തേത് ജാസ്മിൻ ജാഫർ ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുള്ളൊരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ശവായും കൂടെ കഴിച്ചു, എല്ലാം കുറച്ച് കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ചെന്നല്ലേ? ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫായിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. വളരെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറി, ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഈ വീഡിയോ സ്വാധീനിക്കുന്നത് നമ്മൾ ഏജിലുള്ളവരെക്കാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അല്ല എന്ന് തോന്നുന്നു. ഇത്തരത്തിൽ ഈ ക്യൂട്ട്നെസ്സും ഇത്തരത്തിലുള്ള ഈ പ്രസൻറ്റേഷനൊക്കെ സ്വാധീനിക്കുന്നത് ടീനേജേഴ്സ് തന്നെയാണ്. കാരണം ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തിൻ്റെ മക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ പോലുള്ള സംഭവങ്ങൾ കാണുന്ന കുട്ടികൾ. അപ്പോൾ അവരിതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഇത്തരം ആപ്പുകൾ എടുത്തു നോക്കാനുള്ള സാധ്യത. ഇതിൽ അപകടത്തിലേക്ക് ഞാൻ വരാം, കാരണം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഇതിൽ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഒന്ന്, വളരെ സേഫായിട്ട് എന്ന് പറയുന്ന വാക്ക്. രണ്ട്, സമാധാനത്തിൽ ഇവർ കിടന്നുറങ്ങുന്ന കാര്യവും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകും. അത് ആലീസ് ക്രിസ്റ്റി എന്ന ഇൻഫ്ലുവൻസർ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളത് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതിനോട് നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ടേ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ തന്നെ കിട്ടും. ഇവിടുത്തെ സെല്ലിംഗ് പോയിന്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റിയ. രണ്ട്, പൈസ കിട്ടും എന്നുള്ള കാര്യം. ഗിഫ്റ്റ് കിട്ടും, അത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ രണ്ട് ട്രാക്ഷനുകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കോൺഫിഡൻസിൻ്റെ കാര്യം പറയുമ്പോൾ പലർക്കും ഉള്ളൊരു വിഷയമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇന്ന് ഓൺലൈൻ മീഡിയാസിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പലരുടെയും വിചാരം ചിലപ്പോൾ പലർക്കും ഇല്ലായിരിക്കാം കേട്ടോ. അപ്പോൾ അതില്ല. അപ്പോൾ ഈ വഴിയിൽ ഈ ആപ്പ് കിട്ടുന്നതോടെ നമ്മൾക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് കോൺഫിഡൻസ് കൂട്ടാം. അങ്ങനെ ഒരു ഉപാധി എന്ന നിലയിലാണ് ഈ ആപ്പ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതൊരു സെല്ലിംഗ് പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത. ഈ പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം.
മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വോയിസ് റെക്കഗ്നീഷൻ. നിങ്ങൾ വിചാരിക്കും വോയിസ് റെക്കഗ്നീഷൻ കൊണ്ട് എന്ത് സേഫ്റ്റിയാണുള്ളത്? വോയിസ് റെക്കഗ്നീഷൻ കൊണ്ട് ഒരു സേഫ്റ്റിയും ഇതിനകത്തില്ല എന്നുള്ളതാണ് സത്യം. ഇതിലാകെ വോയിസ് റെക്കഗ്നീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആപ്പ് എടുത്തിരിക്കുന്ന ആൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. പെണ്ണാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഫ്രീ അക്കൗണ്ട് കിട്ടും, ആണാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഇതാണ് ഈ വോയിസ് റെക്കഗ്നീഷന്റെ യൂസേജ്. പക്ഷെ ഇവിടെ അത് അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ സേഫ്റ്റി എന്ന നിലയാണ്. എന്ത് സേഫ്റ്റിയാണ് കൊടുക്കുന്നത്? ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏത് ജെൻഡറിലുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാമെന്നിരിക്കെ ഈ വോയിസ് റെക്കഗ്നീഷൻ കൊണ്ട് എന്ത് സേഫ്റ്റിയാണ് കിട്ടാൻ പോകുന്നത്? അത് മാത്രമല്ല, നമ്മളുടെയൊക്കെ മൊബൈലിൽ ഏത് രീതിയിൽ വോയിസ് ഒക്കെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ AI പോലുള്ള സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വോയിസ് മറ്റൊരു വോയിസിലൊക്കെ കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് സേഫ്റ്റിയാണ് ഇതിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഏത് കാലഘട്ടത്തിലാണോ അവർ ജീവിക്കുന്നത്? ഇനി അവസാനത്തേത് തനി മലയാളിയുടെ ഒരു വീഡിയോ ആണ്. അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതിന്റെ അപകടത്തിന്റെ നെക്സ്റ്റ് എക്സ്റ്റൻഷനിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു തുടക്കം ഇവിടെ മനസ്സിലാവും. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്കിവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്ന മീഡിയം. ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ്, ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈൻ അല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അത് എനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ബൈ. മനസ്സിലായല്ലേ? ഞാൻ അപകടത്തിലേക്കാണ് പോകുന്നത്, പക്ഷെ എന്റെ വിവേക ബുദ്ധി ഔചിത്യ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് സേഫ് ആയിട്ട് വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നത്. ഇതിൽ ഇവർ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യമാണ് വോയിസ് റെക്കഗ്നീഷൻ. ഈ വോയിസ് റെക്കഗ്നീഷൻ എങ്ങനെ ഫേക്ക് ഔട്ട് ചെയ്യാന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവർ ഈ പറയുന്ന സേഫ്റ്റി ഒക്കെ ഉണ്ടെന്നുള്ളത് കണ്ടറിയണം. ഇതിനെക്കുറിച്ച് അൻസൂസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അപകട സാധ്യതകളെ കുറിച്ച്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ജസ്റ്റ് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ പ്ലേ ചെയ്യുന്നുള്ളൂ. ഏകദേശം 24 മിനിറ്റോളമുള്ള വീഡിയോ ആണ്. അത് മുഴുവനും പ്ലേ ചെയ്ത് സമയം എടുക്കുന്നില്ല. പിന്നെ നമ്മളേതാ വ്യൂ പോയിന്റ്സും പറയുമ്പോഴേക്കും ഇതൊരുമാതിരി വലിച്ചു നീട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ അൻസൂസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയും. അപ്പോൾ എന്താണ് അൻസു ഇതിൽ പറയുന്നത് എന്ന് കേട്ടു നോക്കാം. നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്രണ്ട് ആപ്പ്. അപ്പം ഇതെന്താണ് സംഭവം, എന്താണ് ഇതിൻ്റെ അകത്തെ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത് ഫോണിൽ. ഒത്തിരിയേറെ സെലിബ്രിറ്റീസ് വന്ന് പറയുന്നുണ്ട് നല്ല ആപ്പാണ്, നമുക്ക് ഒത്തിരിയേറെ ഫ്രണ്ട്സിനെ നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ആൻഡ് ഇതൊരു ഭയങ്കര ഒരു ഹൈ ലെവലിലാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഗ്രോത്ത് തന്നെ. അപ്പം ഇതെന്താണ്, ഇതിനെന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, അതും എല്ലാം പോസിറ്റീവ് സൈഡാണോ, നല്ല ഫ്രണ്ട്സ് ആണോ, നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റും, പക്ഷെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളും നൽകാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തത്. ഞാൻ വെറും 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആപ്ലിക്കേഷൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഞാൻ ഇന്ന് അത് ഡിലീറ്റ് ആക്കി, അത് അൺഇൻസ്റ്റാളും കൂടെ ആക്കി കളഞ്ഞു. കാരണം ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആർക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആണുങ്ങളെ പെണ്ണുങ്ങളുമായിട്ട് കണക്ട് ചെയ്യിക്കുക. അതാണ് മെയിനായിട്ട്. മറ്റ് ജെൻഡറുകൾ അവോയ്ഡ് ചെയ്ത് പറയുന്നതല്ല. ഞാൻ ഈ ഒരു ആപ്പിന്റെ ഇന്റൻഷൻ വെച്ച് പറയുകയാണ്. ഈ ആപ്പിൽ കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങൾ പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾ പൈസ കൊടുക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് വേണ്ടി പൈസ ചെലവാക്കേണ്ടുന്ന ഒരിടമാണ് ഈ ഫ്രണ്ട്സ് ആപ്പ്. എങ്ങനെ ചെലവാക്കുന്നു? ഇവരുമായിട്ട് സംസാരിക്കുന്നതിനും ചാറ്റ് ചെയ്യുന്നതിനുമൊക്കെ മിനിറ്റിന് കാശ് കൊടുക്കണം. കാശ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഇവർ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുകയല്ല, ഇവർക്ക് റീചാർജ് ചെയ്യാം. 100 രൂപ 200 രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്യും. ആണുങ്ങളായിട്ടുള്ള പ്രൊഫൈൽ, മെയിൽ പ്രൊഫൈലുകൾക്ക് അങ്ങനെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേസമയം തന്നെ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ചൂസ് ചെയ്യാം ഏത് പ്രൊഫൈലായിട്ടാണ് ചാറ്റ് ചെയ്യേണ്ടതെന്ന്. അവരായിട്ട് സംസാരിക്കുമ്പോൾ ഇത്ര നേരം സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വോയിസ് കോൾ വിളിച്ച് കഴിയുമ്പോൾ വീഡിയോ കോൾ വിളിച്ച് കഴിയുമ്പോഴൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് എന്ന രീതിയിൽ പോയിന്റ്സ് എൺ ചെയ്യാൻ പറ്റും. സ്ട്രെയിറ്റ് ആയിട്ട് പൈസ പോയിന്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും
ആ പോയിന്റ് ഏത് പെൺകുട്ടിയാണോ സംസാരിക്കുന്നത് ആ പെൺകുട്ടിക്ക് ലഭിക്കുകയും അത് ക്യാഷായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഈ ആപ്പിലുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോളിഷ്ഡ് പെൺവാണിഭം എന്ന് പറയാം. അപ്പോൾ അത് കുറച്ച് എക്സ്ട്രീമായ വാക്കായിപ്പോൾ ഞാൻ പെണ്ണ് വാണിഭം എന്നീ 2 വാക്കുകൾ എടുത്തിട്ടാണ് പറയുന്നത്. സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്ക് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കി വെച്ചിരിക്കുന്ന ഒരു ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ ആയേനെ. അതായത് ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും പൈസ കൊടുക്കണ്ട. ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, ഇവർ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, കൂട്ടുകാരെ ഉണ്ടാക്കുക, ഗെയിംസ് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കമ്പനി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേ രീതിയിലായിരിക്കണം ഇതിനകത്ത് എൻട്രി. പക്ഷെ ഇത് അങ്ങനെയല്ല. ആണുങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ശതമാനം സർവീസ് ചാർജ് എന്ന നിലയിൽ ഈടാക്കുന്നുണ്ടാവും. എന്നിട്ട് പെൺകുട്ടികൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ന്യൂസിലൻഡിൽ പോയ കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഇതെങ്ങനെയാണ് ഒരു ടീനേജറിനെ ബാധിക്കുന്നത്? ഞാനൊരു ഇൻസ്റ്റൻസ് പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ വാർഡിൻ്റെ സുഹൃത്ത്, ആ പെൺകുട്ടിക്ക് ഇപ്പോൾ ഒരു 12-13 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഇട്ടിരിക്കുന്ന ഇമേജ്, അത് ബാത്റൂമിൽ നിന്ന് നമ്മൾ ബാത്ത് ടവൽസ് ഒക്കെ ചുറ്റിയിട്ടിറങ്ങി വരുമല്ലോ, ആ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത്. ഇത് പാരൻസിൻ്റെ മോണിറ്ററിങ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അത് ഞാൻ ഒഴിവാക്കിയിട്ടല്ല പറയുന്നത്. പാരൻസ് മോണിറ്റർ ചെയ്യേണ്ടതാണ് ആ കാര്യം. അങ്ങനെയും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന യൂസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിൾ എടുത്തത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും +2 കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഹയർ സ്റ്റഡീസിനോ വേണ്ടി കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം ഒരുപാടുണ്ട്. ഈ പെൺകുട്ടി ന്യൂസിലാൻഡിൽ പോയി ഇങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ പൈസയും ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡൾട്ട്ഹുഡിലേക്ക് വരുന്ന കുട്ടികൾ, ഒരു 18 to 21 ആ റേഞ്ചിലുള്ള അല്ലെങ്കിൽ 23 ആ റേഞ്ചിലുള്ള കുട്ടികൾ, അവർക്ക് വേറെ വരുമാനമൊന്നും ആയിട്ടുണ്ടാവില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ ഇതൊരു വരുമാന മാർഗമായിട്ട് എടുക്കും. കുറച്ച് പൈസ കിട്ടി കഴിയുമ്പോൾ കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വാഭാവികമായ ചിന്തയാണല്ലോ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഓക്കെ ആദ്യം കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ കുറച്ചുകൂടി അധികം പൈസ ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടി നല്ല വീഡിയോസ് ചെയ്യണം, കുറച്ചുകൂടി അധികം വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കും. അതൊരു സൈഡ്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഉണ്ടോ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പൈസ കിട്ടും, നമ്മൾ കുറച്ചുകൂടി പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ റിട്ടേൺ എടുക്കാൻ നോക്കും. ഇതൊക്കെ നമ്മളെ സ്വാഭാവികമായ ടെൻഡൻസിയാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന പണം കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല നമ്മൾ അതിൽ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ചെലവ് കണ്ടെത്തുകയും കുറച്ചുകൂടി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും. വളരെ കുറച്ച് പേരാണ് പിശുക്കി ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ. ഈ പ്രായത്തിലെ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു കാലഘട്ടമാണ്. അവർ ചെലവിനെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഈ ലൈഫ് സ്റ്റൈൽ ഒക്കെ കാണുന്ന കുട്ടികൾ ബ്യൂട്ടി പ്രോഡക്ട്സ് വളരെ കോൺഷ്യസ് ആണ് ആ കാര്യത്തിൽ. ബ്യൂട്ടി പ്രോഡക്ട്സ് വാങ്ങുന്ന തരത്തിൽ അതും വളരെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നമ്മളെപ്പോലെ പണ്ട് 5 രൂപയുടെ ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിച്ചിരുന്ന കാലമൊന്നും അല്ല ഇത്. അത് ഷാമ്പുവിന്, പിന്നെ മുഖത്തിടുന്ന ക്രീംസിന്, ചുണ്ടിലിടുന്ന ക്രീംസിന്, തലയിലിടുന്ന ക്രീംസിനും ദേഹത്താകെ തേക്കുന്ന ക്രീംസിനൊക്കെ ഏതൊക്കെ ബ്രാൻഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കിപ്പോകുന്നവർ ഇത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി ഈ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങുകയും, നേരത്തെ ആ കുട്ടി പറഞ്ഞ ഒരു അപകടം ഉണ്ടല്ലോ, ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുക. ഇതിൽ ഈ സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ അനുഭവം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ സെക്ഷുവൽ അഡ്വാൻസ്മെന്റ് ആയിട്ടാണ്. ഈ സ്ത്രീക്ക് ഉണ്ടായ അനുഭവം മറ്റൊന്നുമല്ല, അല്ലാതെ വെറുതെ ഇപ്പോൾ ആരെങ്കിലും ബോറടിച്ചിരിക്കുമ്പോൾ സംസാരിക്കാൻ വേണ്ടി വരുന്നില്ല. പണ്ടൊക്കെ നമ്മളെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ട് അവിടെ ഏതെങ്കിലും പെൺകുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് കുറച്ച് കത്തി വെക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കാശ് ചെലവാക്കിയ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഇന്റൻഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് കൂടുതൽ ചതിക്കുഴികളിലേക്ക് കൊണ്ടുപോകും. കാരണം സംസാരം നീങ്ങുന്നത് ഈ രീതിയിലായിരിക്കും. അത് പിന്നീട് നേരിട്ട് കാണാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർ പറയുന്നത് നേരിട്ട് കാണാൻ വെച്ചാൽ എല്ലാവരും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, കാണുന്നവരെല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ടീനേജേഴ്സിൽ പെടുന്ന കുട്ടികൾക്ക് ഇതിന്റെ അപകടം മനസ്സിലാകാതെ വരികയും കൂടുതൽ പണം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം, മറ്റേതെങ്കിലും രീതിയിൽ പണം സമ്പാദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അപകടത്തിലേക്ക് നമ്മളുടെ മക്കളെ തള്ളിവിടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവരിങ്ങനെ വളരെ കോൺഫിഡൻ്റായി സംസാരിക്കാനുള്ള അവസരം, വളരെ സേഫായി സംസാരിക്കാനുള്ള അവസരം, ഗെയിം കളിക്കാനുള്ള അവസരം, ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടുകിട്ടാനുള്ള അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ അൺഫൂസ് വേൾഡ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു, നാളെ ഒരു പക്ഷേ ഈ വിഷയത്തിൽപ്പെട്ട ആളുകൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റെവലേഷനുമായിട്ട് മുന്നോട്ട് വന്നേക്കാം. അതിലേക്ക് കൂടുതൽ ആളുകൾ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പൈസ കിട്ടും.
ഇപ്പോൾ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ പറഞ്ഞു, അവർക്ക് ഒരിക്കലും ബെറ്റിംഗ് ആപ്പ് കളിച്ച് കിട്ടുന്ന പൈസയല്ല അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ എന്തൊക്കെ കൈപ്പറ്റിയിട്ടാണ് ഇവരിത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഈ ഫ്രണ്ട് ആപ്പിൻ്റെ കാര്യം. അല്ലാതെ ഇവർക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാ, ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ആൾക്കാർക്കൊക്കെ ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാ, സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ടാ, ആരെയും കാണാത്തതുകൊണ്ടാ, മിണ്ടാൻ പറ്റാത്തതുകൊണ്ടാ, ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ആത്മവിശ്വാസം കിട്ടിയത് ഈ ആപ്പ് ഉപയോഗിച്ചത് കൊണ്ടാ. അങ്ങനെ ആത്മവിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരാളൊരു ഇൻഫ്ലുവൻസർ ആവുന്നത് എങ്ങനെയാണ്? അതൊക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ ഇതിന്റെ ലോജിക്ക് ഇല്ലായ്മ നമുക്ക് മനസ്സിലാകും. ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ആപ്പുകളിലേക്ക് ഇങ്ങനെ ഇടംബലം നോക്കാതെ തീരുമാനമെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിലേക്ക് ഫാസിനേറ്റഡ് ആയി വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് പണത്തിന്റെ ഒരു സാധ്യത, വെറുതെ സംസാരിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആ സാധ്യത കണ്ടുവരുന്നവരൊക്കെ ട്രാപ്പിലാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളെ ട്രാപ്പിലാകും, നിങ്ങളുടെ സമാധാനം പോകും. ജാസ്മിൻ പറഞ്ഞതുപോലെ അവര് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. നമ്മുടെ ഉള്ളൊരു സമാധാനം പോയി കിട്ടും. ഇതിനെക്കുറിച്ച് ഒരു ജാഗ്രത നിങ്ങളുള്ളിലുണ്ടാവണം. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അത് നിങ്ങൾ പ്രതികരണമായിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു റിയാക്ഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.